ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ച് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ചൂടോടുകൂടി സെർവ് ചെയ്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതുമായ പൊട്ടറ്റോ ബൈറ്റ്സ്. ഇത് കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. നമ്മുടെ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ 5 ഉരുളക്കിഴങ്ങ് നന്നായി വേവിച്ചതിന് ശേഷം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. വേവിക്കുന്നതിന് മുൻപ് വെയിറ്റ് നോക്കിയപ്പോൾ 400 ഗ്രാം ഉണ്ടായിരുന്നു. ആദ്യം നമുക്ക് പൊട്ടറ്റോ നന്നായി ഉടച്ചെടുക്കണം. ഒരുമാതിരി നല്ല ചൂടുണ്ട് കേട്ടോ. ഇങ്ങനെ നല്ല ചൂടോടുകൂടി മാഷ് ചെയ്താൽ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും. ഞാനിവിടെ ഒരു മാഷറാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം ഫോർക്ക് ഉപയോഗിച്ചാലും മതി. ഞാൻ ഈ ഉരുളക്കിഴങ്ങ് നന്നായി കഴുകിയതിന് ശേഷം ഒരു ചെറിയ പ്രഷർ കുക്കറിൽ അളവ് കപ്പിന് 3 കപ്പും വെള്ളവും ഒഴിച്ചിട്ട് വേവിച്ചെടുത്തതാണ്. ഹൈ ഫ്ലെയിമിൽ 4 വിസിൽ വരുമ്പോഴേക്കും നന്നായി വെന്ത് കിട്ടും. ഇനി നമുക്കിതിൽ ചെറിയ പീസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടഞ്ഞു കിട്ടുന്നതിന് വേണ്ടി കൈ വെച്ചും കൂടി നന്നായി ഒന്ന് പ്രസ് ചെയ്ത് ഉടച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ പൊട്ടറ്റോ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, നാടൻ വറ്റൽമുളക് ക്രഷ് ചെയ്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ചാട്ട് മസാല, ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പൊടിയായി അരിഞ്ഞ മല്ലിയില. ഇവയെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ചേർക്കുന്ന ഉപ്പും മുളകും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി കുഴച്ചെടുക്കണം. ഉരുളക്കിഴങ്ങിൽ അധികമായിട്ട് വെള്ളമുണ്ടെങ്കിൽ അത് വലിച്ചെടുക്കുന്നതിനും ഫ്രൈ ചെയ്യുമ്പോൾ ക്രിസ്പിയായി കിട്ടുന്നതിനും വേണ്ടിയാണ് കോൺഫ്ലോർ ചേർക്കുന്നത്. നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ സൈസ് അനുസരിച്ചും അതിലുള്ള വാട്ടർ കണ്ടൻറ്റ് അനുസരിച്ചും ഇതിലേക്ക് ചേർക്കുന്ന കോൺഫ്ലോറിൻ്റെ അളവിൽ വ്യത്യാസം വരും കേട്ടോ. ഇപ്പോൾ ഇവ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. ഇനി നമുക്കിവ ഷേപ്പ് ചെയ്തെടുക്കണം. അതിനു മുൻപ് കയ്യിൽ കുറച്ച് എണ്ണ തൂക്കാം. നമ്മുടെ ആവശ്യത്തിന് മിക്സ് എടുത്തിട്ട് ഉരുളയാക്കി ഉരുട്ടിയതിന് ശേഷം ഇഷ്ടമുള്ള ഷേപ്പിലും സൈസിലും ഉരുട്ടിയെടുക്കണം. ഇതുപോലെയുള്ള പല സ്നാക്സുകളുടെയും നാടൻ കറികളുടെയും ബേക്കിംഗ് ഐറ്റംസിൻ്റെയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒത്തിരി റെസിപ്പീസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവയുടെ എല്ലാ ലിങ്ക് ഐക്കാർഡിലും എൻഡ് സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതും കൂടി ഒന്ന് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണേ. ഞാനിവിടെ ഈ ഒരു ഷേപ്പിലാണ് ഉരുട്ടിയെടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളവയും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്നും ഷെയർ ചെയ്തും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ഞാനിവിടെ ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം തീ ലോ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു പീസ് ഇട്ടതിന് ശേഷം 8-10 സെക്കൻഡ് കഴിഞ്ഞിട്ട് മതി അടുത്ത പീസ് ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ ഇവ തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പാത്രം നിറച്ച് തിക്കിയിട്ട് ഫ്രൈ ചെയ്യേണ്ട. ഒരു സമയത്ത് 4-5 എണ്ണം മാത്രം ഇട്ടാൽ മതിയാകും. പൊട്ടറ്റോ എണ്ണയിൽ ഇട്ട ഉടനെ ഇളക്കി കൊടുക്കരുത്. തവിയിൽ ഒട്ടിപ്പിടിച്ചവ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. വളരെ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. ഫ്ലെയിം കൂട്ടി വെച്ചാൽ പുറംഭാഗം പെട്ടെന്ന് ഫ്രൈ ആവുകയും അകംഭാഗം ക്രിസ്പി ആകാതെയും ഇരിക്കും. ഇനി ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് വറുത്തെടുക്കാം. ഇത് ഫ്രൈ ആയി വരുമ്പോൾ എണ്ണയുടെ മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. ഇത് ചൂടോടുകൂടി സെർവ് ചെയ്യണം. തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ക്രിസ്പിനെസ് ഒക്കെ പോകും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണേ. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.